ഫസ്റ്റ് സെമിസ്റ്റർ BSc നഴ്സിംഗ് അനാട്ടമി സിലബസ് ബേസ് ചെയ്തുള്ള ക്ലാസ്സസിൽ ഇന്ന് 6ാമത്തെ യൂണിറ്റായ സെൻസറി ഓർഗൻ കാണാം. ഈ ക്ലാസ്സസ് എല്ലാം തന്നെ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ സിലബസ് ബേസ് ചെയ്താണ്. അതായത് ഇന്ത്യയിലെ ഏത് നഴ്സിംഗ് കോളേജസിൽ പഠിക്കുന്ന സ്റ്റുഡൻസിനും ഈ സെയിം ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. കാരണം എല്ലാ സ്റ്റുഡൻസിനും പഠിക്കേണ്ട ഈ സെയിം സിലബസാണ്, സെയിം എക്സാം പാറ്റേൺ ആണ്, എല്ലാം സെയിം ആണ്. സോ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ടിൻ്റെ ആവശ്യമില്ല. സ്റ്റാർട്ട് വിത്ത് സെൻസറി ഓർഗൻ. നമുക്കറിയാവുന്ന പോലെ തന്നെ there are 5 sensory organs or sense organs. അതായത് മലയാളത്തിൽ പഞ്ചഗ്രന്ഥികൾ എന്ന് പറയും. അത് ഐ, ഇയർ, നോസ്, ടങ് ആൻഡ് സ്കിൻ ആണ്. ഇത് നമുക്ക് സ്കിന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓൾറെഡി നോസ് റെസ്പിറേറ്ററി സിസ്റ്റത്തിലും ടങ് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലും ക്ലാസ് എടുത്തതാണ്. അത് മാത്രം പഠിച്ചാൽ മതി. ഇവിടെ സ്കിന്നിൽ സ്റ്റാർട്ട് ചെയ്യാം. സ്കിൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഷോർട്ട് നോട്ട്സ് വരുന്നതാണ്. സ്കിൻ. ദ സ്കിൻ ഈസ് ആൻ എക്സ്റ്റെൻസീവ് ഓർഗൻ which form the outer covering of the body. It considered as the largest organ in the body. സ്കിൻ ഒരു എക്സ്റ്റെൻസീവ് ആണ്, അതായത് ബോഡി മുഴുവൻ കിടക്കുന്നതാണ്. സെൻസറി ഓർഗൻസിൽ ഏറ്റവും ലാർജസ്റ്റ്, പലപ്പോഴും ക്യൂസ് കോമ്പറ്റീഷനൊക്കെ ചോദിക്കുന്ന കേട്ടിട്ടുണ്ട്, ലാർജസ്റ്റ് ഓർഗൻ സ്കിൻ ആണ്. ഇനി സ്കിന്നിൻ്റെ ടൈപ്പിൽ തന്നെ ഏതെല്ലാം ലെയേഴ്സ് ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഇത് ഷോർട്ട് നോട്ട്സിൽ ചോദിക്കുന്നതാണ്. അന്നേരം നിങ്ങൾ സ്കിന്നിൻ്റെ ഒരു ഡയഗ്രാം വരയ്ക്കണം. അതിനുശേഷം ഈ പറയുന്ന മാത്രം എഴുതിയാൽ മതി. ടൈപ്പ് ഓഫ് സ്കിൻ. There are 2 types of skin, thick or glabrous skin. This type of skin, അതായത് thick skin, epidermis very thick with a thick layer of stratum corneum. ഇത് തിക്ക് ലെയർ തിക്ക് സ്കിൻ ഓർ ഗ്ലാബ്രോസ് സ്കിൻ എന്ന് പറഞ്ഞാൽ വളരെ തിക്കായിട്ടുള്ള സ്കിന്നാണ്. അതിൻ്റെ അകത്ത് എപ്പിഡെർമിസ്, അതായത് സ്കിന്നിൻ്റെ ഏറ്റവും മുകളിലുള്ള ലെയർ ഭയങ്കര തിക്കായിരിക്കും. ഇതെവിടെയാണ് കാണുന്നത്? ഫൗണ്ട് ഇൻ ദ പാം ഓഫ് ദ ഹാൻഡ് ആൻഡ് സോൾ ഓഫ് ദ ഫീറ്റ്. അതായത് കൈക്കകത്തെ സ്കിന്നും കാലിനകത്തെ സ്കിന്നും വളരെ കട്ടിയുള്ളതാണ്. നമുക്കറിയാം, വളരെ തിക്കാണ്. ആ സ്കിന്നിന് പറയുന്ന പേരാണ് തിക്ക് ഓർ ഗ്ലാബ്രോസ് സ്കിൻ. ഇനി തിൻ സ്കിൻ ബാക്കി ബോഡി മുഴുവൻ തിൻ സ്കിന്നാണ്. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് എപ്പിഡെർമിസ് ഇസ് വെരി തിൻ. എപ്പിഡെർമിസ് എന്ന് പറഞ്ഞാൽ സ്കിന്നിൻ്റെ ഏറ്റവും ഔട്ട്സൈഡ് ലെയറാണ്. അതിൽ എപ്പിഡെർമിസ് വെരി തിന്നായിരിക്കും, പക്ഷേ തിക്കിൻ്റെ അകത്ത് എപ്പിഡെർമിസ് വളരെ തിക്കുമായിരിക്കും. ഇനി തിൻ സ്കിന്നിൽ ഇറ്റ് കണ്ടെയ്ൻ ഹെയർ ആൻഡ് ഇസ് ഫൗണ്ട് ഓൾ ഓവർ ദ ബോഡി. അതായത് ഹെയർ ഉണ്ട്, ബോഡിയിലുള്ള എല്ലാ സ്കിന്നിലും തന്നെ ചെറിയ ചെറിയ മൈന്യൂട്ട് ഹെയർ ഉണ്ട്. അത് ഡിപ്പെൻഡ് അപ്പോൺ ദ പേഴ്സൺസ് ആണ്. ചിലർക്ക് ഭയങ്കര ഒരുപാട് ഹെയർ ഉണ്ട്, ചിലർക്ക് വളരെ കുറച്ചാണ്. പല നാഷണാലിറ്റി അനുസരിച്ചും വ്യത്യാസങ്ങളൊക്കെ വരാറുണ്ട്. എനിവേ സോഫ്റ്റ് സ്കിന്നാണ്. അപ്പോൾ സ്കിന്ന് 2 ടൈപ്പ് ഉണ്ട്, തിക്ക് ഗ്ലോബറസ് സ്കിൻ ആൻഡ് തിൻ ഹെയറി സ്കിൻ. അടുത്തത് ദ സ്കിൻ ഹാസ് 2 ലെയർ. അപ്പോൾ ഈ 2 ടൈപ്പ് ഉണ്ട്, ഇനി 2 ലെയർ ഉണ്ട്. അത് ഏതൊക്കെയാണ്? സൂപ്പർഫിഷ്യൽ ലെയർ മീൻസ് എപ്പിഡെർമിസ്. സൂപ്പർഫിഷ്യൽ ലെയർ എന്ന് ഏറ്റവും മുകളിലുള്ള ലെയർ അതിന് എപ്പിഡെർമിസ് എന്ന് പറയും. എപ്പിഡെർമിസ് മേഡപ്പ് ഓഫ് സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് എപ്പിത്തീലിയം ആൻഡ് ഡീപ്പ്, അതായത് എപ്പിഡെർമിസിൻ്റെ താഴെയുള്ള ലെയറാണ് ഡെർമിസ് ലെയർ മെയ്ഡ് അപ്പ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ. അപ്പോൾ 2 ടൈപ്പ് ഉണ്ട്, എപ്പിഡെർമിസ് ആൻഡ് ഡെർമിസ്. എപ്പിഡെർമിസ് ഏറ്റവും മുകളിലുള്ള സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് എപ്പിത്തീലിയമാണ്. ഡെർമിസ് മെയ്ഡ് അപ്പ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. ഇതാണ് സ്കിന്നിൻ്റെ പിക്ചർ. ഇപ്പോൾ സ്കിന്നിൻ്റെ പിക്ചർ പറഞ്ഞാൽ നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം. അപ്പോൾ പലപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതാണ്. ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞു എപ്പിഡെർമിസ്, ഈ പിങ്ക് കളർ വരെ എപ്പിഡെർമിസും അവിടുന്ന് പിങ്ക് മുതൽ ഈ റെഡ് ബ്ലഡ് സർക്കിളും കാണുന്ന ഇത് ബ്ലഡ് വെസൽസ് ആണ്, കാണുന്നത് വരെയാണ് ഡെർമിസ് എന്ന് പറയുന്നത്. അതിന് താഴെ ഹൈപ്പോഡെർമിസ് ഉണ്ട്, അതായത് ഡെർമിസിൻ്റെ താഴെ നടത്താം. ദെൻ സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ, മസിൽസ്, ഇങ്ങനെ ബോഡിയുടെ പല പാർട്ടുകളായിട്ട് പോകുന്നു. ഇത് സ്കിൻ മാത്രമാണ്. സ്കിൻ എന്ന് പറഞ്ഞാൽ എപ്പിഡെർമിസും ഡെർമിസും. ഇനി എപ്പിഡെർമിസിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. എപ്പിഡെർമിസ് കൺസിസ്റ്റ് ഓഫ് സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് കെരാറ്റിനൈസ്ഡ് എപ്പിത്തീലിയം, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇനി ഈ എപ്പിഡെർമിസിന് തന്നെ 5 ലെയർ ഉണ്ട്. ഇറ്റ്സ് ഫോം വിത്ത് 5 ലെയേഴ്സ്. ഇനി ഈ 5 ലെയർ നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് സ്ട്രാറ്റം ബസാലെ, ദെൻ സ്ട്രാറ്റം സ്പൈനോസം, സ്ട്രാറ്റം ഗ്രാനുലോസം, സ്ട്രാറ്റം ലൂസിഡം. 5 ലെയർ നമ്മൾ ഓൾറെഡി കണ്ടു. ഇനി 1 by 1 ആയിട്ട് കാണാം. എപ്പിഡെർമിസിൻ്റെ മാത്രം പിക്ചറാണ്. ഇവിടം വരെയാണ് എപ്പിഡെർമിസ് പോകുന്നത്. സോ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു സ്ട്രാറ്റം ബസാലെ. സ്ട്രാറ്റം ബസാലെ മീൻസ് ഏറ്റവും ലോവസ്റ്റ് ലെയറാണ് സ്ട്രാറ്റം ബസാലെ. ദെൻ അതിൻ്റെ മുകളിലുള്ളതാണ് സ്ട്രാറ്റം സ്പൈനോസം. സ്ട്രാറ്റം സ്പൈനോസം ഈ മുകളിൽ കാണുന്ന ലെയറാണ്. ദെൻ സ്ട്രാറ്റം ഗ്രാനുലോസം. ഗ്രാനുലോസം ഈ വൈറ്റ് പോലെ കാണുന്നതാണ്. അതിന് മുകളിൽ സ്ട്രാറ്റം കോർണിയം, അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒരു ലെയർ പോലെ കാണുന്നതാണ് സ്ട്രാറ്റം കോർണിയം. ദെൻ അതിൻ്റെ
മുകളിൽ ജസ്റ്റ് ഡെഡ് സെൽ ഫ്ലാഗ്. അത് നമുക്ക് ഓരോ ലെയറും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഫസ്റ്റ് സ്ട്രാക്ടം ബസാലെ. സ്ട്രാക്ടം ബസാലെ മീൻസ് ഏറ്റവും താഴെയുള്ള ലെയറാണ്. ഇറ്റ് ഈസ് എ ഡീപ്പസ്റ്റ് ലെയർ, ബേസൽ ലെയർ ഓഫ് എപ്പിഡെർമിസ്. ബേസൽ ലെയറാണ്, ബേസ് താഴെയുള്ള ലെയറാണ്. ഇറ്റ് മെയ്ഡ് അപ്പ് ഓഫ് എ സിംഗിൾ ലെയർ ഓഫ് കോളമിനാർ സെൽ ദാറ്റ് റെസ്റ്റ് ഓൺ എ ബേസൽ ലാമിന. ഇത് ഒരു സിംഗിൾ കോളമിനാർ ലെയറും കൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. സോ സ്ട്രാക്ടം ബസാലെ നമ്മൾ ഏറ്റവും ലാസ്റ്റ് എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ മുകളിലുള്ള ലെയറാണ്, അതായത് ഈ പിങ്ക് കളറിൽ കാണുന്ന കുറച്ച് ഉണ്ട്, ഈ പിങ്ക് കളറിൽ കാണുന്ന ലെയറാണ് സ്ട്രാറ്റം സ്പൈനോസം. സോ സ്ട്രാറ്റം സ്പൈനോസം എന്താണെന്ന് കാണാം. സ്ട്രാറ്റം സ്പൈനോസം ഇസ് എ സെവറൽ ലെയർ ഓഫ് പോളിഗണൽ കെരാറ്റനോസൈറ്റ്. നമ്മൾ പറഞ്ഞതിൽ ഏറ്റവും കൂടുതലുള്ള സ്ട്രാറ്റം സ്പൈനോസം ആണ് ഇങ്ങനെ പോളിഗണലായിട്ട് പിങ്ക് കളറിൽ കാണുന്നു. ദീസ് സെൽസ് ആർ അപ്പിയർ ടു ഹാവ് എ നമ്പർ ഓഫ് സ്പൈൻസ്. ദാറ്റ്സ് വൈ ദിസ് ലെയർ ഇസ് കോൾഡ് സ്ട്രാക്ടം സ്പൈനോസം. ഇതിനകത്ത് സ്പൈൻ പോലെ നമ്പർ ഓഫ് സ്പൈൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഇതിനെ സ്ട്രാക്ടം സ്പൈനോസം എന്ന് പറയുന്നത്. അടുത്തതാണ് സ്ട്രാക്ടം ഗ്രാനുലോസം. അതിൻ്റെ മുകളിൽ കാണുന്ന ലെയറാണ് സ്ട്രാക്ടം ഗ്രാനുലോസം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 1 to 5 ലെയർ ഓഫ് ഫ്ലാറ്റൻഡ് സെൽ containing deeply staining granules in their cytoplasm. The granules consist of protein called കെരാറ്റോഹയലിൻ. ഇത് എത്ര ഒന്ന് ഓർത്തേക്കാം. 3 ലെയർ നമ്മളിപ്പോൾ പറഞ്ഞു. സ്ട്രാക്ടം ബസാല, സ്ട്രാക്ടം സ്പൈനോസം, സ്ട്രാക്ടം ഗ്രാനുലോസം. ഇത് 2-3 പ്രാവശ്യം നിങ്ങൾ കേട്ടാൽ അല്ലെങ്കിൽ പഠിച്ചാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലിരിക്കും. ഇത് ഈസി ആയിട്ടാണ് പോകുന്നത്. അടുത്ത ലെയറാണ്, അതിൻ്റെ മുകളിൽ ഒരു ലെയർ, ഒരു വെള്ള ലെയർ നമ്മൾ കണ്ടു, അതാണ് സ്ട്രാക്ടം ലൂസിഡം. ദിസ് ലെയർ അപ്പിയർ ക്ലിയർ, ഹോമോജീനസ് വിത്ത് ഡിസ്റ്റിൻറ്റ് സെൽ ബൗണ്ടറീസ്. അതായത് കറക്റ്റായിട്ട് മുകളിലും താഴെയും തമ്മിലൊരു ബൗണ്ടറി ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കാണുന്ന ക്ലിയർ ആയിട്ടുള്ള ഹോമോജീനസ് ഒരേപോലെയുള്ള സെല്ലിനെയാണ് സ്ട്രാക്ടം ലൂസിഡം എന്ന് പറയുന്നത്. ഇനി ഏറ്റവും മുകളിൽ കാണുന്ന ലെയറാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് സ്ട്രാക്ടം കോർണിയം. ദിസ് ഈസ് എ മോസ്റ്റ് സൂപ്പർഫിഷ്യൽ ലെയർ ഓഫ് ദ ഡെർമിസ്. ദ സെൽ ലോസ് ദെയർ ന്യൂക്ലിയൈ ആൻഡ് ഓർഗനല്ല. ഈ സ്ട്രാക്ടം കോർണിയത്തിൻ്റെ അകത്ത് ഈ സെല്ലിന് ന്യൂക്ലിയൈ ഇല്ല, അതിൻ്റെ ഓർഗനല്ലേ ഇല്ല. അതായത് ചെറിയ ഓർഗനല്ലേ നമ്മൾ സെല്ലിൽ പഠിച്ചു, കുറച്ച് സെൽ പാർട്ടുകളാണ് അതിൻ്റെ. ദീസ് സെൽസ് ആർ എക്സ്ട്രീംലി ഫ്ലാറ്റൻ, ദേ ആർ സ്കെയിൽ ലൈക്ക് സ്ക്വാമസ്. ഏറ്റവും മുകളിലുള്ള എക്സ്ട്രീംലി ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള സ്കെയിൽ ലൈക്ക് അപ്പിയറൻസ് ആണ് സ്ട്രാക്ടം കോർണിയത്തിന് കാണുന്നത്. ദീസ് സെൽസ് കണ്ടെയ്ൻ കെരാറ്റിൻ. They are held together by a layer of liquid which make the layer waterproof. ഇതിനെ അങ്ങോട്ട് ടുഗദർ, ഹെൽഡ് ടുഗദർ ബൈ എ ലെയർ ഓഫ് ലിപ്പിഡ് കാരണം ഹെൽഡ്, അതിനെ ഒന്നൊന്നിനോട് ഹെൽഡ് ചെയ്ത് വെക്കുന്നത്, അല്ലെ ടുഗദർ വെക്കുന്നത് ലിപ്പിഡ് ലെയറാണ്. അതുകൊണ്ട് തന്നെ ഇത് വാട്ടർ പ്രൂഫാണ്. Palm and sole, where the skin is subject to maximum friction, the scrotum corneum is extremely thick. അപ്പം ഈ പാമിലും സോളിലും തിക്ക് സ്കിന്നാന്ന് നമ്മൾ പറഞ്ഞു. അവിടെ സ്ട്രാക്ടം കോർണിയം വളരെ തിക്കായതുകൊണ്ട് ഇത് ഫ്രിക്ഷനൊക്കെ വന്നാലും വലിയ ഇഷ്യൂസ് ഇല്ല, കാരണം വളരെ തിക്കായിട്ടുള്ള സ്കിന്നാണ്. അതും സ്കിൻ അണ്ടറിൽ വരുന്നതാണ്. അടുത്ത ലെയറാണ് ഡെർമിസ്. ഇപ്പം നമ്മൾ എപ്പിഡെർമിസ് പഠിച്ചു, ഇനി താഴെയുള്ള ഡെർമിസിനെ കുറിച്ചാണ് പറയുന്നത്. ഡെർമിസ്, ദിസ് ലെയർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ. നമ്മൾ എപ്പിഡെർമിസ് പഠിച്ച സ്ട്രാക്റ്റിഫൈഡ് സ്ക്വാമസ്, കെരാറ്റിനൈസ്ഡ് സ്ക്വാമസ് എപ്പിത്തീലിയമായിരുന്നു. ഇവിടെ പഠിക്കുന്നത് കണക്റ്റീവ് ടിഷ്യൂ ആണ് ഡെർമിസിൻ്റെ അകത്ത്. ജസ്റ്റ് ഡീപ്പ് ടു ദ എപ്പിഡെർമിസ് ദ കണക്റ്റീവ് ടിഷ്യൂ ഈസ് ഡെൻസ്. ഇറ്റ് ഈസ് ഓൾസോ ആസ് ദ പാപ്പിലറി ലെയർ. ഓക്കെ, കണക്റ്റീവ് ടിഷ്യൂ എന്ന് മാത്രമെങ്കിലും ഓർക്കുക. Deep to this layer, the connective tissue fiber form the interlacing network. This is known as the reticular layer. ഡെർമിസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഈ പിങ്ക് പാർട്ടിന് താഴെയുള്ള പാർട്ടാണ് ഡെർമിസ്. ഈ കാണുന്ന ഇവിടുന്ന് ഇവിടം വരെ ഈ റെഡ് കളർ വരെയുള്ള പാർട്ടാണ് ഡെർമിസ്. ഡെർമിസിൻ്റെ അകത്ത് സ്വെറ്റ് ഗ്ലാൻഡ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഡെർമിസിലാണുള്ളത്. കുറച്ച് ഈ എപ്പിഡെർമിസ് വെച്ച് നോക്കുമ്പോൾ കുറച്ച് തിക്കായിട്ടുള്ള പാർട്ടാണ് ഡെർമിസ്. അതായത് കണക്റ്റീവ് ടിഷ്യൂ കൊണ്ടാണ് ഡെർമിസ് ഫോം ചെയ്തിരിക്കുന്നത്. In dermis, there are capillary loops, tactile corpuscles, collagen fiber, elastic fiber, adipose tissue and fluxes of nerve fibers in dermis. ഡെർമിസിൻ്റെ അത് നമ്മൾ എത്ര ഓർത്തിരിക്കുക, ഇറ്റ്സ് എ കണക്റ്റീവ് ടിഷ്യൂ ആണ്. ഇറ്റ്സ് ബിലോ ദ എപ്പിഡെർമിസ്. അതിൻ്റെ അകത്ത് കുറേ ഡീപ്പ് ടു ദ ലെയർ എ കണക്റ്റീവ് ടിഷ്യൂ ഫൈബർ ഫോം ദ ഇൻ്റർലേസിങ് നെറ്റ്വർക്ക്. അത് ഈ കണക്റ്റീവ് ടിഷ്യൂ തന്നെ ഒരു നെറ്റ്വർക്ക് ഉണ്ട്. ഇൻ്റർലേസിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നിനോട് ചേർന്നിരിക്കുന്ന നെറ്റ്വർക്ക് ഉണ്ട്. ഇത് റെക്റ്റിക്കുലാർ ലെയർ എന്ന് പറയുന്നു. ഈ ഡെർമിസിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. കൊളാജൻ ഫൈബേഴ്സ് ഉണ്ട്, ഇലാസ്റ്റിക് ഫൈബേഴ്സ് ഉണ്ട്, അഡിപ്പോസ് ടിഷ്യൂ ഉണ്ട്, ഫ്ലക്സസ് ഓഫ് നെയർ ഫൈബേഴ്സ് ഉണ്ട്. ഫ്ലക്സസ് എന്ന് പറഞ്ഞാൽ നെയർ ഫൈബേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ്.
ഇത്രയും കാര്യങ്ങളൊക്കെ ഡെർമിസിലുണ്ട്. ഇനി ഫങ്ഷൻസ് ഓഫ് സ്കിന്നാണ്. ഫങ്ഷൻസ് ഓഫ് സ്കിൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഫങ്ഷൻസ് ഓഫ് സ്കിൻ, ദ സ്കിൻ പ്രൊവൈഡ് മെക്കാനിക്കൽ പ്രൊട്ടക്ഷൻ ഫോർ അണ്ടർലൈൻ ടിഷ്യൂ. ഈ സ്കിന്ന് ബോഡിക്ക് ഒരു ടിഷ്യൂ പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ്, മെക്കാനിക്കൽ പ്രൊട്ടക്ഷൻ. അതായത് ചൂടിൽ നിന്ന്, തണുപ്പിൽ നിന്ന്, എന്തെങ്കിലും ഔട്ട്സൈഡ് ഫ്രിക്ഷനിൽ നിന്ന്, ഇഞ്ചുറിയിൽ നിന്ന് ഒക്കെ ബോഡിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് എന്താണ്? ഈ സ്കിന്നാണ്. The skin act as a physical barrier against entry of micro organism and chemical. അതായത് ബോഡിയിലേക്ക് മൈക്രോ ഓർഗാനിസവും കെമിക്കൽസും എൻട്രി ചെയ്യാതെ തടയുന്നു. പ്രിവെൻറ്റ് ലോസ് ഓഫ് വാട്ടർ, വെള്ളം പുറത്തേക്ക് പോകാതെ തടയുന്നു. അല്ലെ ബോഡിയിലെ വെള്ളമെല്ലാം ഊസ് ചെയ്ത് പുറത്തേക്ക് പോയിട്ട് ഡീഹൈഡ്രേഷൻ വരും. Then protection from UV radiation. UV radiation means ultraviolet radiation. സൂര്യപ്രകാശത്തിൽ നിന്ന് പ്രൊട്ടക്ഷൻ നൽകുന്നു. The cell of the basal layer and stratum spinosum contain brown pigment called melanin. നമുക്കറിയാം മെലാനിൻ ആണ് ബോഡിക്ക് ഈ ബ്ലാക്ക് കളർ കൊടുക്കുന്നത്. അപ്പോൾ ഈ മെലാനിൻ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് എവിടെയാണ്? ഏറ്റവും താഴെയുള്ള ബെസാലെ ലെയറും സ്ട്രാക്ടം സ്പൈനോസം, അതിൻ്റെ മുകളിലുള്ള പിങ്ക് കളറുള്ള ലെയറും, അവിടെയാണ് ബ്രൗൺ പിഗ്മെൻറ്റ്, അതിന് മെലാനിൻ എന്ന് പറയുന്നു. ദിസ് പിഗ്മെൻറ്റ് പ്രൊട്ടക്ട് ദ അണ്ടർലൈൻ ടിഷ്യൂ ഫ്രം ദ ഹാംഫുൾ ഇഫക്റ്റ്. ഈ മെലാനിൻ ഉണ്ടെങ്കിൽ അതിന് സൺലൈറ്റിൻ്റെ ഈ ഹാംഫുൾ, അതായത് സൺലൈറ്റ് ആക്ച്വലി ഒരുപാട് ഡയറക്റ്റ് അടിക്കുന്ന കൊള്ളില്ല, സ്കിൻ ക്യാൻസറും അങ്ങനെയൊക്കെ വരും. ഈ സൺലൈറ്റിൻ്റെ ഹാംഫുൾ ഇഫക്റ്റിൽ നിന്ന് ഈ മെലാനിനാണ് ബോഡീനെ സംരക്ഷിക്കുന്നത്. ഇറ്റ് ഈസ് എ ഫോം ഓഫ് ഇമ്പോർട്ടൻറ്റ് സെൻസറി ഓർഗൻ. സെൻസറി ഓർഗനാണ്. തണുപ്പ്, ചൂട്, പെയിൻ ഇതെല്ലാം ഫീൽ ചെയ്യുന്നത് നമുക്ക് ഈ സ്കിന്നിൽ ടച്ച് ചെയ്യുമ്പോഴാണ്. സ്കിൻ ഹാസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ടെമ്പറേച്ചർ റെഗുലേഷൻ. ടെമ്പറേച്ചർ റെഗുലേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റോളുണ്ട്. അത് ഏതൊക്കെയാണ്? 2 മെക്കാനിസം വഴിയാണ് ടെമ്പറേച്ചർ റെഗുലേഷനെ കൺട്രോൾ ചെയ്യുന്നത്. ആ മെക്കാനിസം നമുക്ക് നോക്കാം. ഫസ്റ്റ് ബൈ കൺട്രോളിങ് ദ ബ്ലഡ് ഫ്ലോ കൺട്രോൾ ചെയ്യുന്നു. ബൈ പ്രൊഡക്ഷൻ ഓഫ് സ്വെറ്റ് കൺട്രോൾ ചെയ്യും. സ്വെറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അതായത് ബോഡിയിൽ ഒരുപാട് ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ സ്വെറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് വാട്ടറായിട്ട് പുറത്തേക്ക് ഇവാപ്രേറ്റ് ചെയ്യും. ദെൻ കൺട്രോളിങ് ദ ബ്ലഡ് ഫ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാസോ കൺസ്ട്രിക്ഷൻ ആൻഡ് വാസോ ഡയലേഷൻ എന്നാണ് പറയുന്നത്. വാസോ കൺസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ബ്ലഡ് വെസൽസ് ചുരുങ്ങുക. അങ്ങനെ ചുരുങ്ങുമ്പോൾ നമുക്ക് ബോഡിയിലെ ടെമ്പറേച്ചർ പുറത്തേക്ക് പോകാതെ ബോഡിയുടെ ടെമ്പറേച്ചർ പ്രിസേർവ് ചെയ്യും. ഇനി എന്തെങ്കിലും ഒരുപാട് തണുപ്പും കാര്യങ്ങളൊക്കെ വരുമ്പോൾ വാസോ കൺസ്ട്രിക്ഷൻ വരുമ്പോൾ ബ്ലഡ് വെസൽസ് പെരിഫറിയിലെ, അതായത് സ്കിന്നിലെ ബ്ലഡ് വെസൽസ് കൺസ്ട്രിക്റ്റ് ചെയ്യും, ചുരുങ്ങും. അപ്പോൾ പുറത്തേക്ക് ടെമ്പറേച്ചർ പോകില്ല. ഇനി ഒരുപാട് ബോഡിക്ക് ചൂടൊക്കെ ഉണ്ടെങ്കിൽ വാസോ ഡയലേഷൻ സംഭവിക്കും. അതായത് സ്കിന്നിലെ ബ്ലഡ് വെസൽസ് ഡയലേറ്റ് ആകുമ്പോൾ എക്സ്ട്രാ ടെമ്പറേച്ചറൊക്കെ ഔട്ട്സൈഡിലേക്ക് പോകും. അങ്ങനെ കൺട്രോളിങ് ദ ബ്ലഡ് ഫ്ലോ, അതാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത ഫംഗ്ഷനാണ് സ്റ്റോറേജ് ഓഫ് വാട്ടർ ആൻഡ് ഫാറ്റ്, ഫോർമേഷൻ ഓഫ് വൈറ്റമിൻ ഡി സൂര്യപ്രകാശത്തിൽ നിന്നാന്ന് പറഞ്ഞു. വൈറ്റമിൻ ഡി ഇതെല്ലാം സ്കിന്നിൻ്റെ ഫംഗ്ഷനാണ്. ഇനി അടുത്ത മെഡിക്കൽ ലീഗൽ ഇമ്പോർട്ടൻസ്. സെൽ ഓഫ് ദ സ്ട്രാറ്റം ബസാലെ ആർ ആക്റ്റീവ്ലി ഡിവൈഡിങ് സെൽ. ദിസ് ഈസ് ഓഫ് ട്രമൻഡസ് ഇമ്പോർട്ടൻസ് ഇൻ ഫോറൻസിക് മെഡിസിൻ. അതായത് ഫോറൻസിക്സ് ഇങ്ങനെ എന്തെങ്കിലും നമുക്കറിയാം ഫോറൻസിക് സയൻസ് എന്താണെന്ന്, എസ്പെഷ്യലി ക്രൈം റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. പലപ്പോഴും സ്കിന്നിൻ്റെ ഒരു പാട്ടൊക്കെ കിട്ടിയാലും ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അതും ഈ സ്കിന്നിൻ്റെ സർഫസിൽ നിന്നുള്ള ജസ്റ്റ് സ്വാബൊക്കെ എടുത്ത് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ മെഡിക്കൽ ഇമ്പോർട്ടൻസിന് വേണ്ടിയും സ്കിൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫങ്ഷൻസിൻ്റെ അകത്ത് വരുന്നത്. നേഴ്സിംഗ് ഇംപ്ലിക്കേഷൻ്റെ അകത്ത് അബ്സോർപ്ഷൻ ഓഫ് സം മോളിക്യൂൾ. ദിസ് ഈസ് യൂസ്ഫുൾ ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് സർട്ടൻ ഡ്രഗ്സ്. അതായത് കുറച്ച് മെഡിസിൻസ് ഒക്കെ അബ്സോർവ് ചെയ്യും. നമുക്കറിയാം പെയിനൊക്കെ വരുമ്പോൾ ബാമൊക്കെ അപ്ലൈ ചെയ്യും. ഈ ബാമൊക്കെ അബ്സോർവ് ചെയ്യുന്നു. അത് ബോഡിയുടെ ഫങ്ഷനാണ്. അപ്പോൾ അബ്സോർവ് ചെയ്യുന്നു. ചില സമയത്ത് നൈട്രോഗ്ലിസറിനൊക്കെ സ്വോളോ ചെയ്യാതെ നാക്കിൻ്റെ അടിയിൽ വെക്കുമ്പോൾ സ്കിന്നാണ് അതിൻ്റെ അകത്ത് നിന്ന് അബ്സോർവ് ചെയ്തെടുക്കുന്നത്. ദെൻ മേജർ കോസ് ഓഫ് ഡെത്ത് ഫോളോയിങ് ബേൺ ഈസ് ഡീഹൈഡ്രേഷൻ. അതായത് ഡെത്ത്, അത് നമ്മൾ പറയുന്നത് മേജർ കോസ് ഓഫ് ഡെത്ത് ഡ്യൂറിങ് ബേൺ എന്ന് പറയുമ്പോൾ ബോഡിയിൽ സ്കിന്നെല്ലാം ബേൺ ഔട്ട് ആയിപ്പോൾ, അതായത് ഇങ്ങനെ ബേൺ ചെയ്ത് പോകുമ്പോൾ വാട്ടറിനെ ഇങ്ങനെ സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല. വാട്ടർ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് യൂസ് ചെയ്ത് പോവും. അങ്ങനെ ഡീഹൈഡ്രേഷൻ വരും. അതായത് വെള്ളം മുഴുവൻ പുറത്തേക്ക് പോവുക. ഇങ്ങനെ സംഭവിക്കുന്നതാണ് ബേണിൽ ഡെത്ത് വരാൻ ഏറ്റവും കൂടുതൽ ചാൻസ്. ആണ് അപ്പൻഡേജസ് ഓഫ് സ്കിൻ എന്ന് പറഞ്ഞാൽ സ്കിന്നിനോട് റിലേറ്റഡ് ആയിട്ട് കിടക്കുന്ന, അതിനോട് ആ സ്കിന്നിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന പാട്ടെന്നോ സ്കിന്നോട് അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്ന പാട്ടെന്നോ ഒക്കെ വേണേൽ നമുക്ക് പറയാം. സ്കിന്നിൻ്റെ ചോദിച്ചാൽ ഇത് ചിലപ്പോൾ ഇതും കൂടെ ചോദിക്കും, സ്കിൻ ആൻഡ് ഇറ്റ്സ് അപ്പൻഡേജസ് എന്നോ ഒക്കെ ഷോർട്ട് നോട്ട്സ് ചോദിച്ചാൽ ഇതുകൂടെ പറയണം. ഇത് സിമ്പിളായിട്ട് പറയണം. ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് ഹെയർ ആണ്. ഹെയർ നമുക്കറിയാം സ്കിന്നിൻ്റെ മുകളിലാണ് ഹെയർ കാണുന്നത്. അപ്പോൾ ഹെയർ എന്നാന്ന് നോക്കാം.
ഹെയർ ആർ പ്രസൻറ്റ് ഓൺ ദ സ്കിൻ കവറിങ് ഓൾമോസ്റ്റ് ഓൾ പാർട്ട് ഓഫ് ദ ബോഡി. ബോഡിയിലെ എല്ലാ പാർട്ടിലെയും സ്കിന്നിൽ ഹെയർ കവർ ചെയ്യുന്നുണ്ട്. ദ സൈറ്റ് വെയർ ഹെയർ ആർ ആബ്സെൻ്റ് ആർ, എവിടെയാണ് ആബ്സെൻറ്റ്? കൈക്കകത്തും കാലിനകത്തും. പാം ആൻഡ് സോൾ ഇൻസൈഡ് ദ ഫിംഗർ ആൻഡ് സം പാർട്ട് ഓഫ് ദ എക്സ്റ്റേണൽ ജെനിറ്റാലിയ. ചില പാർട്ട് എക്സ്റ്റേണൽ ജെനിറ്റാലിയയുടെ ചില പാർട്ടിലും കൈക്കകത്തും കാലിനകത്തുമാണ് സ്കിൻ ആബ്സെൻ്റ് ആയിട്ട് ഇരിക്കുന്നത്. ഇനി ഹെയറിൻ്റെ ഒരു പിക്ചർ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നതാണ്. ഹെയറിൻ്റെ ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞത് നല്ലതാണ്, ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ഇതാണ് സ്കിന്നിൻ്റെ നമ്മൾ പറഞ്ഞു, ഈ കാണുന്നതാണ് സ്കിന്നിൻ്റെ ഈ മുകളിൽ കാണുന്നതാണ് എപ്പിഡെർമിസ് മുതൽ ഇവിടം വരെ കാണുന്നതാണ് ഡെർമിസ് കഴിഞ്ഞ് ബാക്കി സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ, ഫാറ്റ് ഇങ്ങനെ പോകും. ഇതാണ് ഹെയർ ഫോളിക്കിൾ. ഓക്കെ, ഇനി നമുക്ക് ഹെയറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഹെയറിൻ്റെ ഈ പുറമേ കാണുന്ന പാർട്ടിനാണ് ഹെയർ ഷാഫ്റ്റ് എന്ന് പറയുന്നത്. ഓരോന്നോരോന്ന് ഇവിടെ ഹെയർ ഫോളിക്കിൾ, ഇവിടുന്ന് തുടങ്ങുന്ന ഭാഗത്തിനാണ് ഹെയർ ഫോളിക്കിൾ എന്ന് പറയുന്നത്. ഈ ബൾബ് പോലെ ഇരിക്കുന്ന ഭാഗത്തിനാണ് ഹെയർ ബൾബ് എന്ന് പറയുന്നത്. ഇനി ഇങ്ങനെ കാണുന്ന കോയിൽഡ് പാർട്ടാണ് സ്വെറ്റ് ഗ്ലാൻഡ്. ഇനി വീണ്ടും തിരിച്ചു വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ പറയുന്നത് സ്വെറ്റ് ഗ്ലാൻഡ്. ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഇവിടെ നമുക്ക് നോക്കി വെച്ചാൽ. ഇനി ഹെയറിൻ്റെ തന്നെ പാർട്സ് ഓഫ് ഹെയർ ഫസ്റ്റ് ഷാഫ്റ്റ്, വിസിബിൾ പാർട്ട്. നമ്മൾ പറഞ്ഞു സ്കിന്നിൻ്റെ മുകളിലേക്ക് കാണുന്ന പാർട്ടിനാണ് ഷാഫ്റ്റ് എന്ന് പറയുന്നത്. ദെൻ റൂട്ട്, ദ എംബഡഡ് പാർട്ട്, അതായത് റൂട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ താഴെയുള്ള പാർട്ട്. മുകളിലേക്ക് കാണുന്ന ഷാഫ്റ്റും താഴേക്ക് മുഴുവൻ റൂട്ടും എന്ന് പറയുന്നു. ഇനി റൂട്ടിലുള്ള ഓരോ കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ദ ബൾബ്, നമ്മൾ പറഞ്ഞു ബൾബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെയറിൻ്റെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു പാർട്ടുണ്ട്, ഈ ഭാഗമാണ് ബൾബ് എന്ന് പറയുന്നത്. ഇത് സ്കിന്നാണെങ്കിൽ ഈ മുകളിലേക്ക് ഇരിക്കുന്നത് ഷാഫ്റ്റും ഈ താഴെ മുഴുവൻ റൂട്ടെന്ന് പറയും. ഈ താഴെ ഇരിക്കുന്നതിൽ തന്നെ ഇങ്ങനെ ബൾബ് പോലെ ഇരിക്കുന്നതിനാണ് ബൾബ് എന്ന് പറയുന്നത്. ദ എക്സ്പാൻഡഡ് ലോവർ എൻഡ്, ദ ഹെയർ ഫോളിക്കിൾ, ഈ തുടങ്ങുന്ന പാർട്ടിനാണ് ഹെയർ ഫോളിക്കിൾ. സറൗണ്ടിങ് ട്യൂബുലാർ ഷീത്ത്, അതാണ് ഹെയർ പാപ്പില്ലെ. ഇൻവൈജൈനേറ്റിംഗ് ലെയർ ഓഫ് ഡെർമിസ്, ഈ ഡെർമിസിലേക്ക് ഇറങ്ങിക്കിടക്കുന്ന പാർട്ടാണ്. അങ്ങനെ 5 പാർട്ടാണ് ഹെയറിന് ഉള്ളത്. The hair root are always attached to the skin obliquely, so the hair lies flat on the skin surface. അതായത് സ്കിൻ ഇങ്ങനെ പോവാണ്. അപ്പോൾ ഹെയർ ഇങ്ങനെയാണ് നിൽക്കുന്നതെങ്കിൽ എല്ലാവരുടെയും ബോഡിയിൽ ഹെയർ ഇങ്ങനെ നിൽക്കും. ബട്ട് എന്താണ് പറയുന്നത്, സ്കിന്നിൽ ഈ ഹെയർ ഇങ്ങനെ ഒബ്ലിക്കായിട്ടാണ് കിടക്കുന്നത്, ഒബ്ലിക്കായിട്ട്. അതുകൊണ്ടാണ് ബോഡിയിൽ ഹെയർ ഇങ്ങനെ കാണുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ നേരെ നിന്നേനെ. സോ എപ്പോഴും ഒബ്ലിക്കായിട്ടാണ് ഹെയർ താഴെ ഒബ്ലിക്കായിട്ടാണ് ഹെയർ സ്കിന്നിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. സെബേഷ്യസ് ഗ്ലാൻഡൊക്കെ നമ്മൾ ഓൾറെഡി ഗ്ലാൻഡ് ഇതെല്ലാം പഠിച്ചതാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സ്കിന്നിൻ്റെ അപ്പൻഡേജസിൻ്റെ അണ്ടറിൽ വരുന്നതാണ് സെബേഷ്യസ് ഗ്ലാൻഡ്. ദർ ആർ സീൻ ഇൻ റിലേഷൻ ടു ദ ഹെയർ ഫോളിക്കിൾ. അടുത്തതാണ് സ്വെറ്റിംഗ്. എപ്പോഴും ഈ ഹെയർ ഫോളിക്കിൾസിൽ കൂടെയാണ് വരുന്നത്. ഈച്ച് ഗ്ലാൻഡ് കൺസിസ്റ്റ് ഓഫ് എ നമ്പർ ഓഫ് ആൽവിയോളി ദാറ്റ് ആർ കണക്ട് ടു ദ ഡക്റ്റ്. അതെല്ലാം ഇവിടം പഠിക്കുക. ദിസ് ഡക്റ്റ് ഓപ്പൺ ഇൻ ടു ദ ഹെയർ ഫോളിക്കിൾ. ഇതിങ്ങനെ ഡക്റ്റ് ഹെയർ ഫോളിക്കിലേക്ക് ഓപ്പൺ ചെയ്യുന്നു. ദ സെക്രേഷൻ ഓഫ് സെബേഷ്യസ് ഗ്ലാൻഡ് ഈസ് കോൾഡ് സീബം. ദ സെബേഷ്യസ് ഗ്ലാൻഡ് ഈസ് എ ടിപ്പിക്കൽ എക്സാമ്പിൾ ഹോളോക്രൈൻ ഗ്ലാൻഡ്. നമ്മൾ ഓൾറെഡി ഹോളോക്രൈൻ ഗ്ലാൻഡും സെബേഷ്യസ് ഗ്ലാൻഡും ഒക്കെ പറഞ്ഞിരിക്കുന്നതാണ്. ഇനി ഫങ്ഷൻസ് ഓഫ് സീബം ജസ്റ്റ് ഒരു വേടി പറയാം. സീബം ദ ഓയിലി നേച്ചർ ഹെൽപ്പ് ടു കീപ് ദ സ്കിൻ ആൻഡ് ഹെയർ സോഫ്റ്റ്. ചിലരുടെ സ്കിന്ന് ഓയിലിയാണ്, ഡ്രൈ ആണ്, നോർമൽ ആണെന്നൊക്കെ പറയുന്നത് ഈ സെബേഷ്യസ് ഗ്ലാൻഡിൻ്റെ ഫങ്ഷനെ അനുസരിച്ചാണ്. ഇറ്റ് പ്രിവെൻറ്റ് ഡ്രൈനെസ് ഓഫ് സ്കിൻ. അപ്പോൾ സെബേഷ്യസ് ഗ്ലാൻഡ് ഒരുപാടുള്ളവർക്ക് ഓയിലി സ്കിന്നും ഒട്ടുമില്ലാത്തവർക്ക് ഡ്രൈ സ്കിന്നും ബാക്കിയുള്ളവർക്ക് നോർമലും ആയിരിക്കും. ഇറ്റ് മേക്ക് ദ സ്കിൻ റെസിസ്റ്റൻറ്റ് ടു മോയ്സ്ചർ. അത് മോയ്സ്ചർ വരാതെ ഇതിനെ റെസിസ്റ്റൻറ്റ് ചെയ്യുന്നു. അതായത് ബോഡിയുടെ മുഖത്തിൻ്റെയൊക്കെ ഒരു സോഫ്റ്റ്നെസ് മീൻസ് സ്കിന്നിൻ്റെയൊക്കെ ആ ഡ്രൈ ആകാതെ സോഫ്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു. അടുത്തതാണ് മോഡിഫൈഡ് സെബേഷ്യസ് ഗ്ലാൻഡ്. ദ ടാസൽ ഗ്ലാൻഡ് ഓഫ് ഐലിഡ് ആർ മോഡിഫൈഡ് സെബേഷ്യസ് ഗ്ലാൻഡ്. ദേ ആർ കോൾഡ് മെയ്ബോബിയൻ ഗ്ലാൻഡ്. അപ്പോൾ ഈ മോഡിഫൈഡ് സെബേഷ്യസ് ഗ്ലാൻഡ് എന്നതാണ് മെയ്ബോബിയൻ ഗ്ലാൻഡ്. ഇതെവിടെയാണ് കാണുന്നത്? ഐയിലാണ്. അത്രയും കാര്യങ്ങൾ മാത്രം ഓർത്തിരിക്കുക. അടുത്തതാണ് സ്വെറ്റ് ഗ്ലാൻഡ്. സ്വെറ്റ് ഗ്ലാൻഡ് ആർ പ്രൊഡ്യൂസ് സ്വെറ്റ് ഓർ പെർസ്പിരേഷൻ, അതായത് വേർപ്പ് ഇതൊക്കെ പറയും. ഇതാണ് സ്വെറ്റ് ഗ്ലാൻഡ്. ദർ ആർ 2 ടൈപ്പ് ഓഫ് സ്വെറ്റ് ഗ്ലാൻഡ്. 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് എറ്റിപ്പിക്കൽ ആൻഡ് ടിപ്പിക്കൽ. 2 ഉണ്ട്, ടിപ്പിക്കൽ ആൻഡ് എറ്റിപ്പിക്കൽ. ഇനി ടിപ്പിക്കൽ ആൻഡ് എറ്റിപ്പിക്കൽ തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് നോക്കാം. ടിപ്പിക്കൽ സ്വെറ്റ് ഗ്ലാൻഡ്. എ ടിപ്പിക്കൽ സ്വെറ്റ് ഗ്ലാൻഡ് കൺസിസ്റ്റ് ഓഫ് സിംഗിൾ ലോങ് ട്യൂബ്.
ടിപ്പിക്കലിന് ഒരു സിംഗിൾ ലോങ് ട്യൂബ് ആയിരിക്കും ഉള്ളത്. ദ ലോവർ എൻഡ് ഓഫ് ദ ട്യൂബ് ഈസ് ഹൈലി കോയിൽഡ് ഫോമിങ് ദ ബോഡി ഓഫ് ദ ഗ്ലാൻഡ്. ഇങ്ങനെ ഹൈലി കോയിൽഡ് ആയിട്ട് കിടക്കും ഇങ്ങനെ, അത് ബോഡി ഓഫ് ദ ഗ്ലാൻഡ് ആണ്. ഇറ്റ് യൂഷ്വലി ലൈസ് ഇൻ ദ റെക്ടിക്കുലാർ ലെയർ ഓഫ് ദ ഡെർമിസ്. ഡെർമിസിൻ്റെ നമ്മൾ പറഞ്ഞു അവിടെ ഇൻ്റർലേസിങ് ആയിട്ട് സെൽസ് ഉണ്ട്. ഇതിന് റെക്ടിക്കുലാർ ലെയർ എന്ന് പറയുന്നത് ഡെർമിസിലാണ്. അപ്പോൾ ഇതിൻ്റെ ബോഡി എപ്പോഴും കാണപ്പെടുന്നത് റെക്ടിക്കുലാർ ലെയർ ഓഫ് ദ ഡെർമിസിലായിരിക്കും. ദ പാർട്ട് ഓഫ് ദ ട്യൂബ് കണക്റ്റിംഗ് ദ ബോഡി ടു ദ സ്കിൻ സർഫസ് ഓഫ് ദ ഡക്റ്റ്. അതായത് ദ പാർട്ട് ഓഫ് ദ ട്യൂബ് കണക്റ്റിംഗ് ദ ബോഡി ടു ദ സ്കിൻ സർഫസ് ടു ദ ഒരു സ്കിൻ സർഫസിലേക്ക് ഡക്റ്റ് വഴിയാണ് കണക്ട് ചെയ്യുന്നത്. സെക്രീഷൻ ഓഫ് ദ ഗ്ലാൻഡ്, ദാറ്റ് മീൻസ് സ്വെറ്റ്, ഹാസ് എ ഹൈ വാട്ടർ കണ്ടൻറ്റ്. നമുക്കറിയാം സ്വെറ്റ് വാട്ടർ കണ്ടൻ്റ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം. ദെൻ ഇവാപ്രേഷൻ ഓഫ് സ്വെറ്റ് കോസ് കൂളിംഗ്. ബോഡിയിൽ നിന്ന് ഇവാപ്രേറ്റ് ചെയ്ത് പോകുമ്പോൾ ബോഡിക്ക് ഒരു തണുപ്പ് ഫീൽ ചെയ്യും. ദ നമ്പർ ആൻഡ് സൈസ് ഓഫ് ദ സ്വെറ്റ് ഗ്ലാൻഡ് വേരി ഇൻ ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദ ബോഡി. ഇങ്ങനെ മൂക്കിലൊക്കെ ഒത്തിരി സ്വെറ്റ് ചെയ്യും. അങ്ങനെ പല പാർട്ടിലും പല ഡിഫറൻസ് ആണ് ഈ സ്വെറ്റ് ഗ്ലാൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ വേർക്കുന്ന ഭാഗത്താണ് സ്വെറ്റ് ഗ്ലാൻഡ് കൂടുതലുള്ളത്. പാം ആൻഡ് സോൾ ഹാവ് ദ ലാർജസ്റ്റ് നമ്പർ ഓഫ് സ്വെറ്റ്. അപ്പോൾ കൈക്കകത്തും കാലിൻ്റെ അകത്തും പെട്ടെന്ന് ചിലർക്ക് സ്വെറ്റ് ചെയ്യും. അവിടെയാണ് ഏറ്റവും കൂടുതൽ സ്വെറ്റ് ഗ്ലാൻഡുകൾ കാണാൻ ചാൻസ് ഉള്ളത്. ഇതാണ് ടിപ്പിക്കൽ സ്വെറ്റ് ഗ്ലാൻഡ്. ജസ്റ്റ് ഇങ്ങനെ കോയിൽ പോലെ കാണും. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇങ്ങനെ കോയിൽ പോലെ കാണും. അതിനുശേഷം ഇത് ബോഡിയിലേക്ക് ഓപ്പൺ ആകും. ഇത് റെക്ടിക്കുലാർ ലെയർ ഓഫ് ദ, ഇവിടം വരെ ഉള്ളൂ എപ്പിഡെർമിസ്. ഇത് താഴെ ഡെർമിസ് ആണ്. ഇതിനെയാണ് ഇങ്ങനെ കണക്ട് ചെയ്ത് കിടക്കുന്നതിനാണ് റെക്ടിക്കുലാർ ലെയർ. അപ്പോൾ റെക്ടിക്കുലാർ ലെയറിലാണ് ഇതിൻ്റെ ബോഡി ഇംപ്ലാന്റ് ചെയ്യുന്നത് ഇരിക്കുന്നത്. അടുത്തതാണ് എറ്റിപ്പിക്കൽ സ്വെറ്റ് ഗ്ലാൻഡ്. എറ്റിപ്പിക്കൽ സ്വെറ്റ് ഗ്ലാൻഡ് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് നോക്കാം. എറ്റിപ്പിക്കൽ സ്വെറ്റ് ഗ്ലാൻഡ് ഇങ്ങനെയാണ്. എറ്റിപ്പിക്കൽ സ്വെറ്റ് ഗ്ലാൻഡ് ഫൗണ്ട് ഇൻ ഫോളോയിങ് റീജിയൻ. എവിടെയാണ് കാണുന്നതെന്ന് അറിയാം. ആക്സില്ല, നിപ്പിൾ, ഗ്രോയിൻ, പെരിനിയൽ റീജിയൻ, ദ ഗ്ലാൻഡ് പെന്നീസ്, സം പാർട്ട് ഓഫ് ദ ഫീമെയിൽ എക്സ്റ്റേണൽ ജെനിറ്റാലിയ. ഇനി ഗ്ലാൻഡിൻ്റെ സ്പെഷ്യാലിറ്റിയാണ്. ദീസ് ഗ്ലാൻഡ് ആർ ലാർജർ ഇൻ സൈസ്. കണ്ടോ, ലാർജറാണ്, മറ്റേതിനെ അപേക്ഷിച്ച് ലാർജറാണ്. ഇതൊരു ഡക്റ്റ് ഓപ്പൺ ഇൻ ടു ദ ഹെയർ ഫോളിക്കിൾ. ഇതിൻ്റെ ഡക്റ്റ്, ഇതാണ് ഈ ഡക്റ്റ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ പല പ്രാവശ്യം ഡക്റ്റ് എന്ന് പറഞ്ഞു. ഈ ഡക്റ്റ് എന്ന് പറയുന്നത് ഈ കൊണ്ടുപോകുന്ന പാത്വേ ആണ്. ഈ ടിപ്പിക്കൽ ഗ്ലാൻഡിൻ്റെ അകത്ത് നേരെ സ്കിന്നിലേക്ക് കൊടുക്കും. ഈ എറ്റിപ്പിക്കൽ ഗ്ലാൻഡിൻ്റെ അകത്ത് ഇതിങ്ങനെ ലാർജറാണ്. അത് ഇങ്ങനെ ഹെയർ ഫോളിക്കിളിലേക്ക് വരും. ഈ ഹെയർ ഫോളിക്കിളിൽ കൂടെയാണ് സ്വെറ്റ് പുറത്തേക്ക് പോകുന്നത്. എറ്റിപ്പിക്കൽ ഗ്ലാൻഡിൻ്റെ സെക്രീഷൻ വിസ്കസ് ആയിരിക്കും. സെക്രീഷൻ ഓഫ് എറ്റിപ്പിക്കൽ ഗ്ലാൻഡ് ആർ ഓർഡർലെസ് ബട്ട് ഡ്യൂ ടു അത് ശരിക്കും പേർക്ക് ചില ഒരു ഓർഡർ ഇല്ലാത്തതാണ് സ്വെറ്റിംഗ് ഒക്കെ. ചിലപ്പം ബാക്ടീരിയ ഡീകമ്പോസിഷൻ അല്ലെങ്കിൽ പൂർ ഹൈജീനൊക്കെ കാരണം ഇത് മീൻസ് സ്മെല്ലൊക്കെ വരാനും ഓർഡർ വരാനും ചാൻസ് ഉണ്ട്. ഇനി സ്വെറ്റ് ഗ്ലാൻഡിൻ്റെ അത് നമ്മൾ ടിപ്പിക്കൽ പഠിച്ചു. ഇനി മോഡിഫൈഡ് സ്വെറ്റ് ഗ്ലാൻഡ് ഏതാണെന്ന് നോക്കാം. മോഡിഫൈഡ് സ്വെറ്റ് ഗ്ലാൻഡ് സെറുമിനസ് ഗ്ലാൻഡ് ഓഫ് എക്സ്റ്റേണൽ ഓഡിറ്ററി മീറ്റസ്, സിലിയറി ഗ്ലാൻഡ് ഓഫ് ഐലിഡ്, മാമറി ഗ്ലാൻഡ്, അപ്പോക്രൈൻ ഗ്ലാൻഡ്. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ബട്ട് അഗെയിൻ ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ കൂടെ വന്നതുകൊണ്ട് മാത്രമാണ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇനി അടുത്ത സ്കിന്നിൻ്റെ അപ്പൻഡേജസ് ആണ് നെയിൽ. ദേ ആർ സോളിഡ് പ്ലേറ്റ് ഓഫ് മോഡിഫൈഡ് ഹോണി സെൽ. They form a protective covering to the dorsal surface of the finger and toes. നെയിൽ എന്ന് പറഞ്ഞാൽ ഒരു സോളിഡ് പാർട്ട്, നെയിൽ നഖം എന്നാണ് അർത്ഥം. സോളിഡ് പാർട്ട് ഓഫ് ദ മോഡിഫൈഡ് ഹോണി സെൽ, അതായത് ഒരു സോളിഡ് ആയിട്ടുള്ളതാണ്. ഇതെവിടെയാണ് കാണുന്നത്? പ്രൊട്ടക്റ്റീവ് ലെയർ ഓഫ് ദ ഡോർസൽ സർഫസ്, അതായത് ഫിംഗറിൻ്റെയും ടോയുടെയും ഒക്കെ പുറത്ത് ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ആയിട്ടാണ് നെയിൽ കാണപ്പെടുന്നത്. ഇനി പാർട്ട് ഓഫ് നെയിൽ കാണാം. The main part of the nail is called its body. Main part അതിൻ്റെ ബോഡി എന്ന് പറയും. It has a free distal margin. Then proximal part of the nail is implanted into a groove on the skin. This is to the root of the nail. Okay, proximal എന്ന് പറഞ്ഞാൽ അതിൻ്റെ താഴ്ഭാഗം എവിടെയാണ് ഇംപ്ലാന്റ് ചെയ്തിരിക്കുന്നത്? സ്കിന്നിലാണ്. അതിനെ റൂട്ട് ഓഫ് ദ നെയിൽ എന്ന് പറയും. The tissue on which the nail rests ഇസ് എ നെയിൽ ബെഡ്. നെയിൽ ബെഡിലാണ് നെയിൽ റെസ്റ്റ് ചെയ്യുന്നത്. ദിസ് ഇസ് ഹൈലി വാസ്കുലറൈഡ്, ദാറ്റ്സ് വൈ ദ നെയിൽ അപ്പിയർ പിങ്ക് ഇൻ കളർ. അതായത് നമുക്കറിയാം നെയിലിൻ്റെ താഴെ കാണുന്ന സ്കിന്ന് വളരെ വാസ്കുലറൈസ്ഡും ആണ്. അതായത് നെയിലിനൊക്കെ എന്തെങ്കിലും മുറിവൊക്കെ സംഭവിച്ചാൽ പെയിനും ആയിരിക്കും, ബ്ലീഡും ചെയ്യും. അതുകൊണ്ട് അതിന് ഈ വാസ്കുലറൈസ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് വെസൽസ് ഒത്തിരി ഉള്ളത് കൊണ്ടാണ് ഈ നെയിലിന് പിങ്ക് കളർ വരുന്നത്. അപ്പോൾ ചിലരുടെയൊക്കെ പിങ്ക് അല്ല പെയിലൊക്കെ വരുന്നത് എന്തെങ്കിലുമൊക്കെ സ്റ്റിക്കാകുമ്പോൾ നെയിലിൻ്റെ കളറ് മാറും എന്നൊക്കെ പറയും. സോ പാർട്സ് ഓഫ് ദ നെയിലിനകത്ത് ഫസ്റ്റ് നമ്മൾ ബോഡി പറഞ്ഞു, പിന്നെ നമ്മൾ റൂട്ട് ഓഫ് ദ നെയിൽ പറഞ്ഞു, പിന്നെ നെയിൽ ബെഡ് പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ പറഞ്ഞത്. ആണ് നെയിലിൻ്റെ ഒരു ഡയഗ്രാം. ഇതാണ് നെയിൽ. നമ്മൾ പറഞ്ഞു നെയിൽ എന്ന് പറയുമ്പോൾ ഇതാണ്. ഇതിൻ്റെ അകത്ത്
നെയിൽ എന്ന് പറയുമ്പോൾ ഇതാണ്. ഈ പാർട്ടാണ് ഏതാണ് ഇതിൻ്റെ ഡിസ്റ്റൽ പാർട്ട്. ഇത് അതിൻ്റെ പ്രോക്സിമൽ പാർട്ട്. ഈ പാർട്ടിന് പറയുന്ന പേരാണ്, ഈ പാർട്ട് ബോഡി ഓഫ് ദ നെയിലാണ്. ഇത് റൂട്ട് ഓഫ് ദ നെയിലാണ്. ബോഡി ഓഫ് ദ നെയിൽ, റൂട്ട് ഓഫ് ദ നെയിൽ. ഇതാണ് നെയിൽ ബെഡ്. നെയിൽ ബെഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നെയിലിൻ്റെ അടിയിൽ കാണുന്ന സ്കിന്നുള്ള പാർട്ടാണ് നെയിൽ ബെഡ്. വളരെ പിങ്ക് ആയിട്ടുള്ള കളറാണ് നെയിൽ ബെഡിന് ഉള്ളത്. ദെൻ ഇതിൻ്റെ താഴെ കാണുന്ന അങ്ങനെ ഒന്ന് ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ് ജെർമിനൽ മാട്രിക്സ്. ദെൻ ഈ നെയിലിൻ്റെ ഇവിടെ ഒരു പാർട്ടുണ്ട്, ഈ പാർട്ട് ഹൈപ്പോനിച്ചിയം എന്ന് പറയും. അതിൻ്റെ താഴെയുള്ള ഈ പാർട്ടിന് പറയുന്ന പേരാണ്, നമുക്ക് കാണാം ഒരു ഇച്ചിരി തിക്കായിട്ട് ഒരു ലെയർ പോലെ കാണും, അതിന് പറയുന്നതാണ് എപ്പോനിച്ചിയം, അതായത് താഴെ ഉള്ളതാണ്. ദെൻ നെയിൽ ബെഡും നെയിൽ ഫോൾഡും ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇതാണ് നെയിലിൻ്റെ ഒരു ഡയഗ്രാം. ഫങ്ഷൻസ് ഓഫ് നെയിലിൻ്റെ ഫങ്ഷൻ, ഇതെല്ലാം പ്രൊട്ടക്റ്റീവ് ഫങ്ഷനാണ് കേട്ടോ. നെയിലിൻ്റെ ഫങ്ഷൻ, ദ മെയിൻ ഫങ്ഷൻ ഓഫ് ദ നെയിൽ ഈസ് ടു പ്രൊവൈഡ് ഫേം സപ്പോർട്ട് ദ ഫിംഗർ. ഈ നെയിലില്ലായിരുന്നെങ്കിൽ ഫിംഗറിന് സപ്പോർട്ട് കാണത്തില്ല, നമുക്കൊന്നും കൂടി ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിനൊരു ഫേം സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് നെയിലിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻ. ദിസ് സപ്പോർട്ട് ഇൻക്രീസ് ദ സെൻസിറ്റിവിറ്റി ഓഫ് ദ ഫിംഗർ ടിപ്പ് ആൻഡ് ഇൻക്രീസ് ദർ എഫിഷ്യൻസി ഇൻ ക്യാരിങ് ഔട്ട് ഡെലിക്കേറ്റ് ഫങ്ഷൻ. ചെറിയ എഴുതാനും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ ഈ നെയിൽ വേണം. നെയിലില്ലാതെ എന്നാൽ പെയിനായിരിക്കും ഒന്നാമത്, അത് മാത്രമല്ല അതുപോലെ സോഫ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഫിംഗറിനും ടോയ്ക്കും ഒക്കെ ഒരു സപ്പോർട്ട് കൊടുക്കുന്നത് നെയിലാണ്. നഴ്സിംഗ് ഇംപ്ലിക്കേഷൻസ്. കളർ ഓഫ് സ്കിൻ. ഒരു സ്കിന്നിൻ്റെ കളർ, അതായത് എക്സാമിനേഷൻ ഓഫ് ദ സ്കിൻ എന്ന ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ജനറൽ എക്സാമിനേഷൻ. ദ കളർ ഓഫ് ദ സ്കിൻ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ എമൗണ്ട് ഓഫ് മെലാനിൻ പ്രസൻറ്റ്. അതായത് ബോഡിയുടെ കളറ് എങ്ങനെയാണ്, മെലാനിൻ കൂടുന്നവർക്ക് കൂടുതൽ ബ്ലാക്ക് കളറായിരിക്കും, മെലാനിൻ കുറവുള്ളവർക്കാണ് കൂടുതൽ ഫെയർ ആയിട്ട് വരുന്നത്. ഇനി ബ്ലഡ് സപ്ലൈ ഓഫ് ദ സ്കിന്നിൻ്റെ ബ്ലഡ് സപ്ലൈ ആണ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ബ്ലഡ് സപ്ലൈയിൽ സ്കിൻ ഈസ് വാസ്കുലർ ഓർഗൻ. ഒരുപാട് ബ്ലഡ് വെസൽസ് ഉണ്ട് സ്കിന്നിൽ. മെയിൻ ആർട്ടീരിയ ഫ്ലക്സസ് ആർ റെക്ടിക്കുലാർ ഫ്ലക്സസ് ആൻഡ് ദ പാപ്പിലറി ഫ്ലക്സസ്. അപ്പോൾ ആർട്ടീരിയ ഫ്ലക്സസ് എന്ന് പറഞ്ഞാൽ ആർട്ടറിയുടെ ഒരു ഗ്രൂപ്പ്, റെക്ടിക്കുലാർ ഫ്ലക്സസ് ഉണ്ട്, പിന്നെ പാപ്പിലറി ഫ്ലക്സസും ഉണ്ട്. ദ ഡെർമിസ് ഹാസ് നോ ബ്ലഡ് സപ്ലൈ ആൻഡ് ഗെറ്റ് ന്യൂട്രീഷൻ ബൈ എപ്പിഡെർമിസ്. The epidermis has no blood supply and get nutrition by diffusion from the capillary loop of the dermal papillae. അതായത് എപ്പിഡെർമിസ്, ഈ മുകളിലുള്ള സ്കിന്നിന് അവിടെ ബ്ലഡ് വെസൽസ് ഇല്ല, അതുകൊണ്ട് തന്നെ ഇതിന് ന്യൂട്രീഷൻ കിട്ടത്തില്ല. ബ്ലഡാണ് ന്യൂട്രീഷൻ കൊടുക്കുന്നത്. ഇതുകൊണ്ട് എന്ത് ചെയ്യും, അതിൻ്റെ താഴെയുള്ള ലെയർ എപ്പിഡെർമിസിന് ഡിഫ്യൂസ് ചെയ്യുക, അതായത് അങ്ങോട്ട് കുറച്ച് പോകുക, അങ്ങനെയാണ് ന്യൂട്രീഷൻ കിട്ടുന്നത്. അപ്പോൾ അതാണ് ബ്ലഡ് വെസൽസ്. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു, റെക്ടിക്കുലാർ ഡെർമിസും ഉണ്ട്, പിന്നെ എന്താണ് പാപ്പിലറി ഫ്ലക്സസും ഉണ്ട്. ഇതാണ് ഈ ഫ്ലക്സസ് എന്ന് പറഞ്ഞാൽ കൂടി ഇങ്ങനെ കിടക്കുന്നതിനാണ്, ഇങ്ങനെ കൂടിക്കറിഞ്ഞ് ഒന്നൊന്നിനോട് കൂടി കിടക്കുന്നതിനെയാണ് ഫ്ലക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു റെക്ടിക്കുലാറും പാപ്പിലറി ആണുള്ളത്. ഈ എപ്പിഡെർമിസിന് എന്താണ് ബ്ലഡ് വെസൽ ഇവിടെ ഉണ്ട്, ഇവിടം വരെ ഉള്ളൂ, ഇത് ഡെർമിസാണ്, ഇവിടം വരെ ബ്ലഡ് വെസൽസ് ഉള്ളൂ. അപ്പം ഇവിടെ എപ്പിഡെർമിസിന് ബ്ലഡില്ല. ഡിഫ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ന്യൂട്രീഷൻ, ഈ ലെയറിൽ കൂടെ ന്യൂട്രീഷൻ അബ്സോർവ് ചെയ്തെടുക്കുക, അല്ലെ അങ്ങോട്ട് പോകുക, അങ്ങനെയാണ്. ബ്ലഡ് വെസൽസ് അല്ല ഡയറക്റ്റ്ലി സപ്ലൈ ചെയ്യുന്നത്. ഇതാണ് സ്കിന്നിൻ്റെ അപ്പൻഡേജസ്. നമുക്ക് പഠിക്കാനുള്ളത് സെൻസറി ഓർഗനിൽ തന്നെ ഇയറും ഐയുമാണ്. ബാക്കിയൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചെന്ന് ഞാൻ പറഞ്ഞു. നോസും ടങ്കും ഒക്കെ നമ്മൾ പല ചാപ്റ്റേഴ്സിലായിട്ട് പഠിച്ചേക്കുന്നതാണ്. ഇത് വളരെ സിമ്പിളായിട്ട് സമ്മറൈസ് ചെയ്ത ഫോമാണ്. നോട്ടായിട്ട് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂഷ്വലി ലാസ്റ്റ് ഈ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് കൊടുക്കാറുണ്ട്. അല്ലാതെ ഇത് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എഴുതി വെച്ചാലും ഇത് നോട്ടാണ്. കാരണം അത്രമാത്രം സമ്മറൈസ് ചെയ്തിട്ടാണ്. ഇത്ര എഴുതിയാൽ മതി നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട്. ഒരുപാട് പഠിച്ചിട്ടുള്ള അവസാനം നിങ്ങളൊന്നും എഴുതത്തില്ല, ഇത്ര മാത്രം പഠിച്ചാലും കംപ്ലീറ്റ് മാർക്ക്, സ്കിന്നിൻ്റെയൊക്കെ ഫുൾ മാർക്ക്, അത് 12 12 മാർക്കും സ്കോർ ചെയ്യാൻ ഇത്ര മാത്രം പഠിച്ചാൽ മതി. ഇത് നിങ്ങൾക്ക് ഫർദർ ക്ലാസ്സസും ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും അല്ലെങ്കിൽ ഡൗട്ട് ക്ലാരിഫിക്കേഷൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 179 റുപ്പീസ് കൊടുത്ത് സബ്സ്ക്രിപ്ഷൻ എടുക്കാവുന്നതാണ്. അതിനകത്ത് എല്ലാ ക്ലാസ്സസും അതിൻ്റെ നോട്ടും പിന്നെ ഡൗട്ട് ക്ലാരിഫിക്കേഷൻ ഇഫ് യു വോണ്ട്, അതായത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിനെല്ലാം ഉള്ള ഓപ്ഷൻസും ഉണ്ടായിരിക്കുന്നതാണ്.